വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് സ്വെറ്റ് പ്രൂഫ് മേക്കപ്പ്. അപ്പോൾ ഈ ഒരു സമ്മർ സീസണിൽ ആരും തന്നെ മേക്കപ്പ് ഇടാൻ ഇഷ്ടപ്പെടില്ല. കാര്യം എന്താ അറിയോ, മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ചൂടടിച്ചിട്ട് ഈ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോകും. അപ്പോൾ എങ്ങനെ അത് അവോയ്ഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്തെടുക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എന്തൊക്കെ ഫോളോ ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്, എല്ലാ ടിപ്സും ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ വർക്ക്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഈ സ്വെറ്റ് പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് മേക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുവരുന്ന ട്രെൻഡി ആയിട്ടുള്ളൊരു വാക്കാണെന്നറിയാം. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഹൈ എൻഡ് ബ്രാൻഡ് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് വെച്ച് തന്നെ നമുക്ക് സ്വെറ്റ് പ്രൂഫ് അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ ഫേസ് ഐസ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഫേസിൽ ഒന്ന് ഒപ്പിക്കൊടുക്കുകയോ ചെയ്യുക. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ ഒരു ടിഷ്യൂവിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്തിൽ പൊതിഞ്ഞിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. അത് ഓയിൽ കൺട്രോൾ ചെയ്യാനും സ്വെറ്റ് കൺട്രോൾ ചെയ്യാനും പോഴ്സ് ക്ലോസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മോയ്സ്ചറൈസർ എന്നത് പാക്കിൻ്റെ അക്വാ ബ്ലാസ്റ്റ് മോയ്സ്ചറൈസറാണ്. അതിനുശേഷം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതും പാക്കിൻ്റെ തന്നെ പ്രൈമറാണ്, പോർ പ്രൈമറാണ്. അത് നന്നായിട്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പ്രൈമറാണുള്ളതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നിങ്ങളുടെ എവിടേക്കാണ് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതൽ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നന്നായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്കപ്പ് അപ്ലൈ എന്നുള്ളതാണ്. കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്ത് കൊടുക്കുക. എനിക്ക് എപ്പോഴും മിനിമൽ മേക്കപ്പാണ് കൂടുതൽ താല്പര്യം. ഹെവി മേക്കപ്പിനെക്കാട്ടിലും ഞാൻ ഈ ചാനലിൽ ഹെവി മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം മിനിമൽ മേക്കപ്പാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും അതനുസരിച്ചുള്ള സ്റ്റെപ്പുകളായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെവി മേക്കപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ അളവ് കൂട്ടുക. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്തിരിക്കും. തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്തിരിക്കും. അപ്പം കളർ കറക്ഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് പീച്ച് കൺസീലറാണ്, ഇതിൻ്റെ LA ഗേളിൻ്റെ. അത് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ഒരു ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കളർ കറക്ഷൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഒരു സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് ഇവനായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും. എന്തെങ്കിലും എക്സ്ട്രാസ് ഉണ്ടെങ്കിൽ അത് ആ സ്പഞ്ചിൻ്റെ കൂടെ അങ്ങ് വരികയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അതാണ് ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് നിൽക്കുന്ന ലോങ് വെയർ ആയിരിക്കും. പെട്ടെന്ന് അത് മേക്കപ്പ് പോകത്തില്ല. പറഞ്ഞു, നമ്മൾ സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് ആണല്ലോ ചെയ്യണത്. അപ്പോൾ സ്വെറ്റ് ആയാലും പെട്ടെന്ന് അത് പോകത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ സ്റ്റെപ്പും കഴിയുമ്പോഴും നമ്മൾ സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സെറ്റിംഗ് സ്പ്രേയും ഫിക്സിംഗ് സ്പ്രേയും രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്തത്. സ്പാഷ് ബോക്സിൻ്റെ പ്രൈമർ വാട്ടറാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. അതിനുശേഷം ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മിലാനിയുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി ഫൗണ്ടേഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഫൗണ്ടേഷനും ഞാൻ ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കളർ കറക്റ്റർ ചെയ്തിട്ട് വീണ്ടും ഒരു കൺസീലർ യൂസ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അധികം വലിയ പ്രശ്നങ്ങളില്ല, ഫേസിൽ അധികം പ്രശ്നമില്ല. ഇപ്പോൾ പ്രശ്നമുള്ളവരാണെങ്കിൽ കൺസീലർ കൂടെ അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ ഫൗണ്ടേഷനും നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നല്ലപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സ്പഞ്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ഈവൻ ആക്കിക്കൊണ്ട് തന്നെ ഡാബിങ് മോഷൻ ആണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് ഡാബിങ് മോഷൻ ആണോ എന്ന് വെച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഡാബിങ് മോഷനും ചെയ്യുന്നുണ്ട്, പിന്നെ സ്പ്രെഡ് ചെയ്തും കൊടുക്കുന്നുണ്ട്.
ഇനി ഞാൻ അടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൺസീലറാണ്. ഇത് വന്നിട്ട് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് കൺസീലറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈറ്റർ ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്യാം, എങ്കിലേ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹൈലൈറ്റിംഗ് ആണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ, പർപ്പസ് എന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഡ് ലൈറ്റർ അല്ലെങ്കിൽ 2 ഷെയ്ഡ് ലൈറ്റർ കൺസീലർ യൂസ് ചെയ്യുക. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തത് എൻ്റെ സെയിം ഷെയ്ഡ് കൺസീലർ തന്നെയാണ്. ഒരു പൊടിക്കും കൂടെ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ സെയിം ഷെയ്ഡ് കൺസീലർ യൂസ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂക്ക് കണ്ട ഒരു പ്രത്യേക തരം മൂക്കാണ് എൻ്റെത്. അപ്പോൾ അതൊന്ന് കോണ്ടോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് കോണ്ടോർ ചെയ്യുന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ LA ഗേളിൻ്റെ കൺസീലർ യൂസ് ചെയ്യുകയാണ്. ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫിംഗേഴ്സ് യൂസ് ചെയ്താലും നല്ലതാണ്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം മേക്കപ്പ് വീഡിയോ കാണുമ്പോഴത്തേക്കും അയാൾ സ്പഞ്ചാണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്, സോ അതുകൊണ്ട് നമ്മളും അത് തന്നെ യൂസ് ചെയ്യണം, അതാണ് പ്രൊഫഷണൽ രീതി എന്ന് വിചാരിക്കരുത്. ഇപ്പം വലിയ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് നോക്കിയാൽ പോലും ദേ യൂസ് ദെയർ ഫിംഗേഴ്സ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അവർ പറയുന്നത് വെച്ചാൽ ഏറ്റവും നല്ല ബ്ലെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ടൂളെന്ന് പറയുന്നത് നമ്മുടെ ഫിംഗേഴ്സ് എന്നാണ് അവർ പറയുന്നത്. ബിക്കോസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഫിംഗേഴ്സ് വെച്ചിട്ട്. ബ്രഷിനെക്കാട്ടിലും സ്പഞ്ചിനെക്കാട്ടിലൊക്കെ ഏറ്റവും നല്ലത് ഫിംഗേഴ്സ് എന്നാണ് അവരുടെ ഒരു ഒപ്പീനിയൻ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ക്രീം ബ്ലഷും കൂടെ അപ്ലൈ ചെയ്തു, അത് ബ്രഷ് വെച്ചിട്ട് ഞാനാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ 2 പ്രാവശ്യം ഇപ്പം സെറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ഇപ്പം ഇനി ഒരു പൊടിക്കും കൂടെ ഒരു ഹെവിനെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൊടിക്കും കൂടെ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബ്ലഷൊക്കെ യൂസ് ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. ഇനി ഇതിപ്പം മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. അത് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, ഇത് വാട്ടർ പ്രൂഫ് കോമ്പാക്റ്റാണ്. ഇത് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലൂസ് പൗഡർ തന്നെ യൂസ് ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് കോമ്പാക്റ്റ് തന്നെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഫൗണ്ടേഷൻ സെറ്റായിട്ടിരിക്കും. ഇതൊരു ടിപ്പാണ്. നമ്മൾ ഇപ്പോൾ പ്രൊഫഷണലി മേക്കപ്പ് പഠിക്കുമ്പോഴത്തേക്കും അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫേസ് നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ അത് കുറേ നേരം അങ്ങനെ ഇരിക്കുള്ളൂ എന്നാണ്. സോ നിങ്ങൾക്ക് കോമ്പാക്റ്റ് ലൂസ് പൗഡർ തന്നെ വേണം നിർബന്ധമില്ല, ഒരു കോമ്പാക്റ്റ് യൂസ് ചെയ്താലും മതി. അതിനുശേഷം ഇനി നമ്മൾ പൗഡർ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് ബ്ലഷ് പ്ലസ് ഹൈലൈറ്ററും കൂടെ വരുന്ന ഒരു സംഭവം, സ്വിസ് ബ്യൂട്ടിയുടെ സംഭവമാണ്. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ബേസാണ്, ഹെവി ബേസേ അല്ല. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ രീതിയിൽ പൊടിക്ക് ഈ ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, കാരണം ഒറ്റ ലെയറേ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഫിക്സ് ചെയ്യാൻ പോവാണ്, മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ബാക്കി സ്റ്റെപ്പെല്ലാം കംപ്ലീറ്റ് ചെയ്തു, അത് കാണിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നി, കാരണം നമ്മുടെ ബേസ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഫിക്സിങ് സ്പ്രേ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ബോണസ് പോയിൻ്റ് ഉണ്ട്, ഓടിപ്പോവല്ലേ. പിന്നെ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, വാട്ടർ പ്രൂഫ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തും കൂടെ നോക്കുന്നുണ്ട്. അതുകൂടെ കണ്ടിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് അത്യാവശ്യം നല്ലപോലെ കുറേ നേരം നിൽക്കും കേട്ടോ. ഈ രീതിയിൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈ എൻഡ് തന്നെ വേണം നിർബന്ധമൊന്നും ഇല്ല. സാധാ ഡ്രഗ് സ്റ്റോർ പ്രോഡക്റ്റിലും ഇതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് അല്ലെങ്കിൽ സ്വെറ്റ് പ്രൂഫ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ബോണസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഒരു കിച്ചൺ ടവലാണ്. നിങ്ങൾ എപ്പോഴും ഇപ്പം ഇത് തുടയ്ക്കുമ്പോഴത്തേക്കും ഒരു കിച്ചൺ ടവൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സാധാ ഫേഷ്യൽ ടിഷ്യൂസോ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് പേപ്പേഴ്സോ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലത്തെ കിച്ചൺ ടിഷ്യൂസ് യൂസ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. പിന്നെ കാജൽസും ഐലൈനേഴ്സും യൂസ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് മസ്കാരാസ്, കാജൽസ്, ഐലൈനേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുള്ളായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെങ്കിൽ അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സന്തോഷമാവുമല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ, ബൈ.